വിവാദത്തിൽ കത്തോലിക്ക സഭയിൽ തന്നെ ഭിന്നസ്വരങ്ങളുണ്ട് എന്നതാണ് അങ്കമാലിയിൽ നിന്നും പുറത്തുവരുന്ന ഒരു നീക്കം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം പള്ളിയിലാണ് മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഈ വിഷയത്തിൽ കൃത്യമായ നീക്കമാണ് ആ പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കാരണം കേരള സ്റ്റോറിക്കൊപ്പം ഈ സിനിമയും ഈ പ്രമേയവും ചർച്ച ചെയ്യപ്പെടണമെന്നാണ് പള്ളി നിലപാടെടുത്തിരിക്കുന്നത്. വികാരി നിധിൻ പനവേലിൽ നിലപാട് വ്യക്തമാക്കുന്നതും അങ്ങനെ തന്നെയാണ്. നവമി ദിനേശ് ഉണ്ട് അവിടെ. നവമി, എന്താണ് ഈ സാൻജോപുരം പള്ളിയിൽ സംഭവിച്ചത്? സജിത്ത്, അതിരൂപതയുടെ കീഴിലുള്ള വിവിധ പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതും പിന്നീടുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിരൂപതയുടെ കീഴിലുള്ള തന്നെ സാൻജോപുരം, അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സാൻജോപുരം പള്ളിയിൽ ഇപ്പോൾ മണിപ്പൂരിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി കുട്ടികളുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, വെക്കേഷൻ ക്ലാസ് ആണ്. ഇതിനോടനുബന്ധിച്ചാണ് ഇന്ന് കുട്ടികൾക്ക് ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ച് ഈ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഈ പ്രദർശനം നടത്തിയത് പള്ളി വികാരി നിതിൻ പനവേലിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ കുട്ടികൾ അറിയേണ്ടത് വേദനിക്കുന്നവരുടെ നമുക്കറിയാം. അത് പള്ളി ഈ സഭ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും നിലപാടും സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതും കുട്ടികൾ കാണേണ്ടത് വേദനിക്കുന്നവരുടെ കഥയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച്, പ്രൊപ്പഗാൻഡ വെച്ച് ഉള്ള ഒരു ചിത്രമല്ല. അതായത് നമ്മുടെ കേരള സ്റ്റോറി അല്ല ഇവിടെ പ്രദർശിപ്പിക്കേണ്ടത്. മണിപ്പൂരിന്റെ വേദനിക്കുന്നവരുടെ കഥയാണ് കുട്ടികൾ അറിയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തതെന്നാണ് വികാരി പറഞ്ഞത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ സഭ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തതാണ്. ഇത്തരത്തിലൊരു ലവ് ജിഹാദ് ഉണ്ട്, അല്ലെങ്കിൽ കണക്കുകൾ അടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് ഈ പള്ളിയിൽ മാത്രം ഇതിനെതിരായിട്ടാണോ ഫാദറിന്റെ ഒരു നിലപാടെന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, കണക്കുകൾ കൃത്യമായി പുറത്തുവിടട്ടെ. ആദ്യം തന്നെ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോൾ കേരള സ്റ്റോറിയിൽ തന്നെ ആദ്യം കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞ കണക്കുകൾ പിന്നീട് അത് തിരുത്തുകയും പിന്നീടാണ് ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ചെയ്തത്, ആ സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ പുറത്തുവിട്ടാൽ ആ വിഷയമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് നടത്താം. അല്ലാതെ ഇപ്പോൾ കുട്ടികൾ അറിയേണ്ടത് വേദനിക്കുന്നവരുടെ കഥയാണ്. അതാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. അവരാണ് അടുത്ത തലമുറ. അവരിലേക്ക് അത്തരമുള്ള സന്ദേശങ്ങളാണ് വളർന്നു വരേണ്ടത്. അല്ലാണ്ട് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള നവമി ഒന്ന് തുടരുക. നമുക്ക് ആദ്യം നിധിൻ പനവേൽ അദ്ദേഹത്തിന്റെ വികാരിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം, അതിനുശേഷം വരാം. മണിപ്പൂര് ഒരു സത്യമാണ്, അതൊരു നടന്ന സംഭവമാണ്, അതൊരു വാസ്തവമാണ്. അതൊരു കെട്ടുകഥയല്ല, ഒരു നുണക്കഥയല്ല, ഊതിപ്പെരിപ്പിച്ച കഥയല്ല. അപ്പൊ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ്. അപ്പൊ അതിന്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പിന്നെ കേരള സ്റ്റോറിലേക്ക് ഞാനിപ്പോൾ അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടത്തുന്നതിനുപരിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധി കാലത്തെ ഒരു 3 ദിവസങ്ങളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഏറ്റവും രസകരമായിട്ടും ക്രിയാത്മകമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട്. അതിൽ വീഡിയോ ആയിട്ടായിരിക്കാം, ഷോർട്ട് ഫിലിം ആയിട്ടായിരിക്കാം, കഥകളും പാട്ടുകളായിട്ടായിരിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ എത്രത്തോളം റൂട്ടഡ് ആണെന്ന് അറിയില്ല ആ വിഷയത്തിൽ. അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ്, നടക്കുന്ന സംഭവമാണ്. അത് നമ്മൾ ഇപ്പോഴും മറന്നുകൂടാ. അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കാൻ തെറ്റില്ല. പക്ഷേ കുക്ക്ഡപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ മണിപ്പൂരിന്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഇതിന്റെ റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്, പ്രത്യേകിച്ച് സമയത്തിന്റെ പ്രത്യേകത. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രൊപ്പഗാൻഡ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം മണിപ്പൂർ മറന്നുകൂടാ ഈ സമയത്തുള്ളത്. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെ അല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
നവമി നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവമി, നിധിൻ പനവേലിന്റെ വാക്കുകൾ കേട്ടു. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പൊതു നിലപാടെടുത്തുകൊണ്ടാണ് ഫാദർ സംസാരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കത്തോലിക്ക സഭയിൽ ഈ കേരള സ്റ്റോറി പ്രദർശനത്തിൽ ഭിന്ന സ്വരമുണ്ട്. ഇത് പ്രദർശനത്തിന് ഈ സിനിമ തെരഞ്ഞെടുത്തത്, ഈ കാലഘട്ടം തെരഞ്ഞെടുത്തത്, ഇങ്ങനെ പല കാര്യങ്ങളിലും കൃത്യമായ അതൃപ്തി സഭയ്ക്കുള്ളിൽ ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വിശദീകരണം അല്പസമയം മുമ്പ് സഭാ വക്താവ് നൽകുമ്പോഴും ഇതിൽ രാഷ്ട്രീയമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സഭയ്ക്കുള്ളിൽ ഇത്തരം ഭിന്നസ്വരങ്ങൾ ശക്തമാകുന്നു എന്ന് തന്നെ വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും സജിത്ത്, ഇന്നലെ തന്നെ ഈ ഒരു ഇടുക്കി അല്ലാതെ തലശ്ശേരി അതിരൂപതകൾ ഉൾപ്പെടെ ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഭിന്നസ്വരങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. എങ്കിൽ പോലും ഇതൊരു അജണ്ടയുടെ ഭാഗമല്ല, ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കേരള സ്റ്റോറി എന്നുള്ളത് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന്, ഒരു ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ അടക്കം പോകുന്നുണ്ട്. അതിന്റെ കണക്കുകൾ അടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഇത് വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ ഇത് അറിയേണ്ടത് തന്നെയാണ്. ഈ ഒരു സ്റ്റോറി ഇത് ഒരു അജണ്ടയുടെ ഭാഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. മറ്റൊന്ന്, ഇത് നിരോധിച്ചൊരു സിനിമയല്ല, ഇത് പ്രദർശിപ്പിക്കാൻ അനുമതിയുള്ളതാണ്. പിന്നീട് ദൂരദർശനിലടക്കം ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ എന്തുകൊണ്ടാണ് പള്ളികളിൽ ഇത് പ്രദർശിപ്പിക്കരുത് എന്നുള്ളൊരു രീതി വരുന്നത്, അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു കമന്റുകൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളൊരു വിശദീകരണം കൂടി എന്ന ചോദ്യം കൂടി ഈ പള്ളികളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് വ്യത്യസ്തമായി തന്നെ മണിപ്പൂർ വിഷയം ഈ പള്ളിയിൽ ഇന്ന് പ്രദർശിപ്പിച്ചത്. നേരത്തെ നമ്മൾ ഫാദറിന്റെ വാക്കുകൾ കേട്ടതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് വേദനിക്കുന്നവർക്കൊപ്പമാണ്. ഇതൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ചിത്രീകരിച്ച അല്ലെങ്കിൽ കള്ളക്കണക്കുകൾ പുറത്തുവിടുന്ന ഒരു ഡോക്യുമെന്ററിക്ക് പുറകിലല്ല നമ്മൾ പോകേണ്ടത്. വേദനിക്കുന്നവരുടെ മണിപ്പൂരിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടത്. അവരറിയട്ടെ വേദനിക്കുന്നവരുടെയും സത്യമായിട്ടുള്ള കാര്യം. കേരള സ്റ്റോറി നമ്മുടെ കേരളം ഇങ്ങനെ അല്ലല്ലോ എന്നാണ് കുട്ടികൾ പറഞ്ഞത് എന്നുകൂടി ഫാദർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുമുള്ള ക്ലാസുകളിലൊക്കെ ഇനി കേരള സ്റ്റോറിയാണോ അതോ മണിപ്പൂരാണോ പ്രദർശിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും മണിപ്പൂർ കൂടുതൽ പള്ളികളിൽ പ്രദർശിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും ഇത് വീണ്ടും ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് തന്നെയാണോ വീണ്ടും നീങ്ങുന്നത് എന്നൊരു സംശയം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. നവമി, ഒരു കാര്യം കൂടി, ഈ സിറോ മലബാർ സഭാ വക്താവ് നേരത്തെ പറഞ്ഞത് ഈ സമ്മർ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ അവധി സമയത്ത് കുട്ടികൾക്ക് ഒരു വിശ്വാസ പരിശീലനം ഈ അവധിക്കാലമായതിനാൽ നൽകി, തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് വന്നത് തങ്ങൾ അതിൽ കക്ഷിയല്ല എന്നതാണ് വിശദീകരിക്കുന്ന കാര്യം. ഇവിടെ ഈ മണിപ്പൂർ ചിത്രവും പ്രദർശിപ്പിക്കുന്നത് കുട്ടികളുടെ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ടാണോ, അങ്ങനെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ? അങ്ങനെയാണ് ഇവിടുത്തെ ഫാദർ പറഞ്ഞത്. അതായത് കേരള സ്റ്റോറി കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല. കാരണം അത് അറിയാനുള്ള ഒരു പ്രായമല്ല. കാരണം ഇത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. അത്രയും തീരെ ചെറിയ കുട്ടികൾക്ക് ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ അവർക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല. പക്ഷേ മണിപ്പൂരിന്റെ വിഷയം വരുമ്പോൾ അത് വേദനിക്കുന്നവരുടെ കഥയാണ്. അതിൽ ചിത്രീകരിക്കുന്നത് ദുഃഖവും അവരുടെ ഒരു അതിജീവനവും ഒക്കെയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് കുറച്ചുകൂടി കുട്ടികളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ കുട്ടികളിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് അവർ വേദനിക്കുന്നവരെ എന്തായാലും അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് മണിപ്പൂർ ഡോക്യുമെന്ററി കുട്ടികൾക്ക് പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള സ്റ്റോറി ഇതല്ലല്ലോ എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞു എന്ന് ഫാദർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം, ഈ ഒരു മണിപ്പൂരിന്റെ ഡോക്യുമെന്ററി കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുമോ, ഇതിൽ സഭയിൽ തന്നെ വലിയൊരു ചേരിതിരിവോ തർക്കത്തിലോ ഒക്കെ കലാശിക്കുമോ എന്നതാണ് ഇനി നോക്കേണ്ടത്. യെസ്, എന്തായാലും നവമി സൂചിപ്പിക്കുന്നത് പോലെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ബദൽ നീക്കം സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. കേരള സ്റ്റോറി അല്ല പ്രദർശിപ്പിക്കേണ്ടത്, മറിച്ച് മണിപ്പൂരിന്റെ കഥയും മണിപ്പൂരിൽ നേരിട്ട വെല്ലുവിളിയും പ്രതിസന്ധികളും ചർച്ച ചെയ്യപ്പെടണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം. ഫാദർ നിധിൻ പനവേലിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വരുന്നത്. സാൻജോപുരം പള്ളിയിലാണ് ഇത്തിൽ പ്രദർശനമുണ്ടായത്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിധിൻ പനവേലിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. മണിപ്പൂര് ഒരു സത്യമാണ്, അതൊരു നടന്ന സംഭവമാണ്, അതൊരു വാസ്തവമാണ്. അതൊരു കെട്ടുകഥയല്ല, ഒരു നുണക്കഥയല്ല, ഊതിപ്പെരിപ്പിച്ച കഥയല്ല. അപ്പൊ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ്. അപ്പൊ അതിന്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്.
പിന്നെ കേരള സ്റ്റോറിലേക്ക് ഞാനിപ്പോൾ അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടത്തുന്നതിനുപരിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധിക്കാലത്തെ ഒരു 3 ദിവസങ്ങളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഏറ്റവും രസകരമായിട്ടും ക്രിയാത്മകമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട്. അതിൽ വീഡിയോ ആയിട്ടായിരിക്കാം, ഷോർട്ട് ഫിലിം ആയിട്ടായിരിക്കാം, കഥകളും പാട്ടുകളായിട്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ എത്രത്തോളം റൂട്ടഡ് ആണെന്ന് അറിയില്ല ആ വിഷയത്തിൽ. അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ്, നടക്കുന്ന സംഭവമാണ്. അത് നമ്മൾ ഇപ്പോഴും മറന്നുകൂടാ. അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ മണിപ്പൂരിന്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതിന്റെ റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്, പ്രത്യേകിച്ച് സമയത്തിന്റെ പ്രത്യേകത. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രൊപ്പഗാണ്ട വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം മണിപ്പൂർ മറന്നുകൂടാ ഈ സമയത്തുള്ളത്. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെ പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തുകയാണ്. കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ പല എതിർ സ്വരങ്ങളും ഉയരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നതാണ് നിലവിലെ ചിത്രം. ഇടവേള.